നമസ്കാരം, നന്ദകുമാറാണ്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ പൃഥ്വിരാജിനെ കുറിച്ചിട്ടൊന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ വളരെ യാദൃച്ഛികമായിട്ട് സിനിമയിലെത്തിയ ഒരു വ്യക്തി. ആദ്യം തന്നെ നല്ലൊരു സൂപ്പർ ഹിറ്റ് സിനിമ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പുള്ളിയുടെ നിലപാടുകൾ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഇപ്പം സത്യം സിനിമ അല്ലെങ്കിൽ നമ്മുടെ വിനയൻ സാറിൻ്റെ കൂട്ടത്തിലൊക്കെ സിനിമ ചെയ്യുന്ന സമയത്ത് പുള്ളി പുള്ളിയുടെ ലോജിക്ക് അനുസരിച്ചിട്ട് യോജിക്കാത്ത കാര്യങ്ങൾക്ക് എതിരെ പുള്ളി സംസാരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എതിരെ സംസാരിച്ചപ്പോൾ പുള്ളിക്കെതിരെ കുറേ കോൺട്രവേഴ്സിയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റാണോ മറിച്ചാണോ, ആകത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കോൺട്രവേഴ്സിയൊക്കെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ പുള്ളീനെ കുറേ പേര് രാജപ്പൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കളിയാക്കി. പക്ഷേ ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മലയാള സിനിമേനെ ഒരു ഇൻ്റർനാഷണൽ തലത്തിലേക്ക് എത്തിക്കാൻ രാജുവിൻ്റെ സംഭാവന ഭയങ്കര വലുതല്ലേ. കാര്യം പുള്ളിയുടെ ടെക്നിക്കൽ നോളജ് പോട്ടെ, നമുക്ക് ലൂസിഫർ പോലത്തെ പടത്തിൻ്റെ അതിലുള്ള ടെക്നിക്കൽ നോളജ് പോട്ടെ, അതിനേക്കാൾ ഉപരി മലയാള സിനിമയെ ഭയങ്കരമായിട്ട് വളർത്തണമെന്നും സിനിമയുടെ വ്യവസായം എന്താണെന്നും ഇതിനെക്കുറിച്ചിട്ടൊക്കെ എക്സാക്ട്ലി പുള്ളി ഇപ്പം ഭയങ്കരമായിട്ട് സംസാരിക്കും. എനിക്ക് തോന്നുന്നു ഈ മാറ്റം ശരിക്കും സുപ്രിയ വന്നതിന് ശേഷം വന്നത്. കാര്യം സുപ്രിയ വരുന്നതിന് മുമ്പ് വരെ രാജുവിനെ എനിക്ക് തോന്നുന്നൊരു കോമാളിനെ പോലെയൊക്കെയായിരുന്നു ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ നിലപാടുകൾ ഭയങ്കര സ്ട്രോങ് ആക്കി. അത് കഴിഞ്ഞിട്ട് പുള്ളി തമിഴിൽ പോയി വർക്ക് ചെയ്തു, ഹിന്ദിയിൽ വർക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇപ്പം മലയാള സിനിമേനെ എവിടെ ചെന്നാലും റെക്കഗ്നൈസ് ചെയ്യുന്ന തലത്തിലേക്ക്, അതൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സവിശേഷതകളായിട്ടുള്ള കുറേ ഗുണങ്ങൾ പുള്ളി ചെയ്തു. രാജപ്പൻ എന്ന് പറയുന്ന പേര് മാറി ഇപ്പം രാജു ചേട്ടാന്നുള്ളതായി. എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ച് കാലങ്ങൾ കൊണ്ടിട്ട് പുള്ളി സെലക്ട് ചെയ്യുന്ന രീതിയും റൂട്ടും ഒക്കെ ഭയങ്കര ബെറ്ററാണ്. ഇപ്പോൾ പണ്ടൊക്കെ പുള്ളിയുടെ ഇൻ്റർവ്യൂ കണ്ട് കളിയാക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ ഇന്ന് പുള്ളിയുടെ ഇൻ്റർവ്യൂസ് കാണുന്നുണ്ട്. പിന്നെ പുള്ളി പറയുന്ന പല കാര്യങ്ങളും ഫ്യൂച്ചറിലേക്ക് സംഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു പ്രവാചകനെ പോലെയൊക്കെ പറയുന്നു. പിന്നെ പുള്ളിയുടെ തന്നെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്ന പാട്ട് ഏതൊരു ചെറുക്കൻ എവിടെ ഇരുന്ന് പാടി പുതിയ മുഖം എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്ന് അത് പുള്ളി പ്രമോഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. എനിക്കൊന്ന് മമ്മൂട്ടിയുടെ പാറ്റേൺ ഉണ്ടല്ലോ, ഈ പുതിയ ആൾക്കാരുടെ ഒപ്പം വർക്ക് ചെയ്യുക, അത് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഇപ്പം നമ്മളിപ്പം എന്താ പറയുക, ഗുരുവായൂരമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമ കാണുന്ന സമയത്ത് ആക്ച്വലി ഒരു നായകനായിട്ടും വില്ലനായിട്ടും രണ്ട് തരത്തിലുള്ള ക്യാരക്ടറും ചെയ്യുന്നത് പൃഥ്വിരാജാണ്. പിന്നെ സ്റ്റാർഡം അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു എന്നും സിനിമയ്ക്ക് കഥയാണ് വേണ്ടതെന്നും കഥയുടെ ലോജിക്കുകളാണ് വേണ്ടതെന്നൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് ഒരു പൃഥ്വിരാജിനോട്. മനസ്സിലായി. പുള്ളി ഇപ്പം ആടുജീവിതം പുള്ളിയുടെ പടത്തിൻ്റെ ഒരു സെലക്ഷൻ ഓഫ് ലിസ്റ്റൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഞാനിങ്ങനെ പുകഴ്ത്തി പറയുമല്ലേ, ഞാൻ ആക്ച്വലി പുള്ളിയുടെ ഒരു ഹിസ്റ്ററിനെ കുറിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ എത്രയൊക്കെ ആൾക്കാർ തഴിച്ച് വിട്ടാലും, മീൻസ് എത്രയൊക്കെ ഒഴിവാക്കി വിട്ടാലും, എത്രയൊക്കെ ഉപദ്രവിക്കാൻ നോക്കിയാലും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കഴിവും നമ്മുടെ നിലപാടുകളും മാത്രം മതി നമ്മുടെ വിജയത്തിന് മുന്നിൽ, അല്ലെങ്കിൽ നമ്മളെ എതിർത്ത ആൾക്കാരുടെ അത്രയും പേര് നമ്മുടെ ഫാൻസ് ആക്കാനെന്നുള്ളത് പൃഥ്വിരാജിൻ്റെ ലൈഫ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി വാട്ട് ഈസ് എ ഫ്യൂച്ചർ എന്നുള്ളത് നമുക്കറിയില്ല. ഇനി മലയാള സിനിമ ഏത് ലെവലിലേക്ക് പോകുന്നുള്ള അറിയത്തില്ല, ലൂസിഫർ 2 എന്താവും നമുക്കറിയത്തില്ല. പക്ഷേ എന്നിരുന്നാലും പൃഥ്വിരാജ് ഇപ്പം മലയാള സിനിമയ്ക്ക് ഭയങ്കര അവിഭാജ്യമായിട്ടൊരു ഘടകമാണ്. മൂലക്കെറിഞ്ഞ കല്ല് മൂലക്കല്ലായി എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയാണ്. എന്നാലും താങ്ക് യു പൃഥ്വിരാജ് ഫോർ എ വണ്ടർഫുൾ മൂവി, ദ ഗുരുവായൂരമ്പല നടയിൽ. ഇറ്റ്സ് വെരി അമേസിങ് മൂവി. ഇറ്റ്സ് എ ഫാമിലി എൻ്റർടൈനർ. എന്താ പറയുക, ഭയങ്കര ചിരിച്ച് അടിച്ച് പൊളിച്ച് രസിച്ച് നമുക്ക് ഫുൾ ത്രൂ ഔട്ട് നമുക്ക് കണ്ട് എൻ്റർടൈൻമെൻറ്റ് ആവാൻ പറ്റുന്ന ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് പാക്കാണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ വിപിൻ ദാസ്. പുള്ളിയുടെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഇറ്റ്സ് വെരി ബെറ്റർ. സിനിമ നമുക്ക് ആസ്വദിക്കാനുള്ളതാണല്ലോ, ആ ആസ്വാദന ശേഷി പൂർണ്ണമായിട്ടും കിട്ടുന്നൊരു പടമാണ്. ഇന്നലെ എനിക്ക് പക്ഷേ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഗുരുവായൂരമ്പല നടയിലിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതിനകത്ത് വലിയ പ്രത്യേകതയൊന്നും ഉണ്ടാവില്ല, പുതുമയൊന്നും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ പോസ്റ്ററിലേക്ക് ഒരു നോർമൽ നമ്മുടെ ഒറിജിനൽ മലയാളം മൂവിയുടെ ഒരു ടൈപ്പ് ഓഫ് പോസ്റ്ററായിരുന്നു. മീൻസ് സത്യനന്ദിക്കാട് പടങ്ങളുടെയൊക്കെ പോലത്തെ ഒരു പോസ്റ്ററിങ് ആയിരുന്നു. അല്ലാതെ ന്യൂ പരിപാടിയൊന്നും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ പോസ്റ്ററിലൊന്നും അങ്ങനെ വലിയ സംഭവമില്ല. പിന്നെ ഇവരുടെ ഇൻ്റർവ്യൂവിലൊന്നും വലിയ സംഭവങ്ങളില്ല. പിന്നെയും പുതിയ മുഖത്തിൻ്റെ പാട്ട് കയറി വൈറലാവുകയും ബേസിൽ ജോസഫിൻ്റെ ഇൻ്റർവ്യൂസ് വൈറലാകുകയൊക്കെ ചെയ്തപ്പം കുറച്ച് നമുക്ക് അതിനോടൊരു അട്രാക്ഷൻ തോന്നി തുടങ്ങി. എനിക്ക് പേഴ്സണലി അട്രാക്ഷൻ ആയി. പക്ഷേ എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന പടം മറ്റേതായിരുന്നു. മറ്റേ മന്മഥൻ്റെ പ്രണയഹാരിയായ ലേഖനമോ അങ്ങനെ ഒരു പടം ഉണ്ടല്ലോ, നമ്മുടെ
എന്നാൽ താൻ കേസ് കൊടുക്കാത്ത സിനിമ. അപ്പോൾ അതിൻ്റെ അകത്ത് ആ പുള്ളിയുടെ പടങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. കാര്യം എന്താ വെച്ചാൽ പുള്ളി ഒരു സോഷ്യൽ റിലവൻറ്റ് സബ്ജക്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു കോമഡി ട്രാക്കിൽ പറയുന്നതാണ്. പക്ഷെ ഞെട്ടിച്ച് കളഞ്ഞു. ആ പടം കാണാൻ പോവാതെ ഞാൻ നേരെ ഗുരുവായൂരമ്പലനാളിൽ കാണാൻ വേണ്ടിയിട്ട് പോയി. ഫസ്റ്റ് ഫ്രഷ് പീസാണ് കണ്ടത്. അതായത് സിനിമയുടെ കഥ അറിയില്ല, ഒന്നും അറിയില്ല, ട്രെയിലർ പോലും കണ്ടില്ല. ജസ്റ്റ് ഞാൻ ഡയറക്റ്റ് ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്നു, പടം കണ്ടു, അന്യായമായിട്ട് എൻ്റർടൈൻമെൻ്റായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് കൊള്ളാം, നന്നായിട്ടുണ്ട്.